ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ കാണാതെ പോയത്, അതായത് ഡി-എസ്കലേഷൻ. അതിനൊപ്പം തന്നെ ഡി-എസ്കലേഷന്റെ കരച്ചിൽ കേൾക്കുന്നത് പാകിസ്ഥാനെ തല്ലുകൊള്ളുമ്പോൾ മാത്രമാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ സമൂഹം, ഇപ്പോൾ കേരളത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ എല്ലാം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇന്ത്യയുടെ സൈനിക നീക്കത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. അതായത് പല ബുദ്ധിജീവികളും എഴുതി മറിക്കുന്ന ജീവൻ, യുദ്ധം ഒരിക്കലും പരിഹാരമല്ല, യുദ്ധം കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള പല, നമ്മൾ നേരത്തെ സന്ദേശത്തിൽ പറഞ്ഞ പോലെ ശങ്കരാടിയുടെ താത്വിക അവലോകനങ്ങൾക്ക് അതേ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല ശക്തമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. പീഡയൊരു എറുമ്പിനും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച ശ്രീനാരായണ ഗുരുദേവനാണ് നമുക്ക് അഹിംസയുടെ പാഠങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ തല്ല് കൊണ്ടു കഴിഞ്ഞിട്ട് അത് കൊണ്ട് വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഭീരുത്വമാണ്. തിരിച്ചടിക്കാൻ, പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ ഭീരുത്വമാണ്. തിരിച്ച് പ്രതികരിച്ചു കഴിയുമ്പോൾ, തിരിച്ചടിച്ചു കഴിയുമ്പോൾ, കാരണം ഇതൊരു ശല്യമായിട്ട് കൂടിയിട്ട് 10-35 കൊല്ലമായി, കഴിഞ്ഞൊരു 35 കൊല്ലമായിട്ടാണ് ഇതിന് മാത്രം ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത്. 1990 നിന്ന് മുതൽ, അന്ന് മുതൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത്. അതിന് മുന്നേ മിലിറ്ററി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ സാമം ദാനം ഭേദം ദണ്ഡം എല്ലാം നോക്കി. ഇതിപ്പോ ദണ്ഡത്തിന്റെ ഏറ്റവും കൂടിയ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഈ ഡിഎസ്കലേറ്റ് യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നത്. അത് ഭീരുത്വമാണ് ആ പറയുന്നത്. പിന്നെ അജണ്ട, ഇതിന്റെ അത് കുറെ പേർക്ക് പേടിയായിട്ടാണ്, ഈ ഭീരുത്വമായിട്ടാണ് പറയുന്നത് ഡിഎസ്കലേറ്റ് എന്ന് പറയുന്നത്. കുറെ പേർക്ക് അജണ്ട ഉണ്ടായിട്ടാണ്, കൃത്യമായ അജണ്ട ഉണ്ടായിട്ടാണ് പറയുന്നത്.